ഹലോ മക്കളെ, അപ്പൊ മിസ് തന്നേക്കുന്നത് നമ്മുടെ +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ നമ്പർ 2 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനകത്തെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എല്ലാം ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെല്ലാം തന്നെ സെറ്റ് ആക്കി പോകും അല്ലെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. എടാ മക്കളെ, ഈ ചാപ്റ്ററിനകത്തുനിന്ന് ആദ്യം തന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഓർഡേർഡ് പെയർസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആദ്യം നമ്മുടെ അടുത്ത് എന്ത് പറയും? രണ്ട് ഓർഡേർഡ് പെയർസ് തന്നിട്ട് അത് രണ്ടും തമ്മിൽ ഈക്വൽ ആണ്, അതിലേതെങ്കിലും ഒരു നമ്പർ കണ്ടുപിടിക്കാണ്ടായിരിക്കും ചോദിക്കുന്നത്. എടാ മക്കളെ, ഓർഡേർഡ് പെയർസ് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ, ഇപ്പൊ ഞാൻ മിസ് ഒരു ഗ്രാഫ് വരയ്ക്കാവേ. നോക്കിയേ, ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ അതാണ്ട് ഇത് 2 ഇത് 3 എന്ന് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു പോയിന്റിന് നമ്മൾ എന്താ മാർക്ക് ചെയ്യുന്നത്? യെസ്, 2 3 എന്ന് മാർക്ക് ചെയ്യും. എന്താ, നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ ഓർഡറിലാണ്. എന്താണ്, നമുക്ക് XY എന്നുള്ള ഫോമിലായിരിക്കും നമ്മൾ ആ ഒരു ഗ്രാഫിന്റെ പോയിന്റ് നമ്മൾ നെയിം ചെയ്യുന്നത് നമുക്കറിയാം. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ എഴുതുന്ന പെയർസുകൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഡേർഡ് പെയർസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തായിരിക്കും ചോദിക്കുന്നത്? യെസ്, രണ്ട് ഓർഡേർഡ് പെയർസ് തമ്മിൽ ഈക്വൽ ആവുന്ന കേസിനെ കുറിച്ചാണ്. എടാ മക്കളെ, രണ്ട് ഓർഡേർഡ് പെയർസ് തമ്മിൽ ഈക്വൽ ആവണമെങ്കിൽ ഇപ്പൊ നോക്കണം, മിസ് രണ്ട് ഓർഡേർഡ് പെയർസ് എഴുതാം. XY എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ, AB എന്ന് പറയുന്ന വേറൊരു ഓർഡേർഡ് പെയർ. ഇവർ തമ്മിൽ ഈക്വൽ ആവണമെങ്കിൽ നോക്കണം, അതിന്റെ ഫസ്റ്റ് എലമെന്റ്സുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കണം. അതുകൂടാതെ അവരുടെ സെക്കൻഡ് എലമെന്റുകൾ തമ്മിലും ഈക്വൽ ആയിരിക്കണം. അതായത് എന്താണ്, ഈ കേസ് എടുക്കുമ്പോൾ X എന്ന് പറയുന്നത് Aയോട് ഈക്വൽ ആയിരിക്കണം, Y എന്ന് പറയുന്നതോ Bയോട് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? രണ്ട് ഓർഡേർഡ് പെയർസ് ഈക്വൽ ആണെന്ന്. നമുക്ക് ഇങ്ങനെ വേണേൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് രണ്ട് ഓർഡേർഡ് പെയർസ് തരും, എന്നിട്ട് ഇപ്പം B എന്ന് പറയുന്നതിനെ കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ബേസിക്കലി ഈ ഒരു പാറ്റേണിൽ നിന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ മാർക്ക് നമ്മൾ സെറ്റ് ആക്കുമല്ലോ. ഓക്കെ, then അടുത്ത് നോക്കിക്കേ. യെസ്, അടുത്ത് നമുക്ക് വരുന്നതാണ് കാർട്ടേഷ്യൻ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. എന്താണ് കാർട്ടേഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ്? ഒന്നിലടാ മക്കളെ, നമ്മൾ എന്താ ചെയ്യാം? നമുക്ക് രണ്ട് സെറ്റുകൾ തന്നിട്ടാവും. ഇപ്പം നോക്കിയേ, AB എന്ന് പറയുന്ന രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് A × B എഴുതാൻ പറയുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യും? സിമ്പിൾ ആണ്. ഇതിനകത്തുനിന്ന് നമുക്ക് ഓർഡേർഡ് പെയർസ് ആണ് എഴുതേണ്ടത്. എന്താ എഴുതേണ്ട? ഓർഡേർഡ് പെയർസ് എഴുതുക. A ആദ്യം ഇരിക്കുന്നതുകൊണ്ട് Aയിലെ എലമെന്റ്സ് നമുക്ക് ആദ്യം കൊടുക്കാം, Bയിലെ എലമെന്റ്സ് രണ്ടാമതും. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? സെറ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ എങ്ങനെ എഴുതുന്നതെന്ന്? എങ്ങനെയാ? യെസ്, ആദ്യം നമ്മൾ Aക്കകത്ത് ഒരു എലമെന്റ് എഴുതി 1, ഇനി Bക്കകത്ത് ആദ്യത്തെ എലമെന്റ് വെച്ച് നമുക്ക് എഴുതാം. അപ്പൊ അങ്ങനെ ഓർഡേർഡ് പെയർസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ 1A 1B, ഇനി 2 വെച്ച് ക്രിയേറ്റ് ചെയ്താലോ? 2A 2B, then 3A 3B. സോ ഇതാണ് നമ്മുടെ ഓർഡേർഡ് പെയർ വരുന്നത്, ഓർഡേർഡ് പെയർസ് വരുന്നത്. ഇനി നോക്കിക്കേ, ഇനി നമ്മുടെ അടുത്ത് B × A പറയുന്നെങ്കിലോ, നേരെ തിരിച്ചു ചോദിക്കുകയാണെങ്കിലോ, B × A ആണെങ്കിൽ മക്കളെ ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് Bക്കകത്ത് നിന്നായിരിക്കും. അപ്പൊ നമുക്ക് B × A എഴുതി നോക്കാം. അപ്പൊ എന്താ? A1 A2 A3 B1 B2 B3. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എന്ത്? B × A വരുന്നത് അല്ലെ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇനി ക്രോസ് പ്രോഡക്റ്റ് എഴുതാൻ എളുപ്പമല്ലേ? ദെൻ ഇനി നോക്കിക്കേ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A × B. നമ്പർ ഓഫ് എലമെന്റ്സ്, നമ്മളിപ്പോ A × B കണ്ടുപിടിക്കാൻ പഠിച്ചു. നമ്മളടുത്ത് ചോദിക്കുകയാണ് ഒരു ക്രോസ് പ്രോഡക്റ്റിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എടാ മക്കളെ, സിമ്പിൾ ആടാ. എടാ നമ്മുടെ ചാപ്റ്റർ 1 സെറ്റ്സിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു സെറ്റിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞായിരുന്നു അല്ലെ? ഏതാ? N(A). അതുപോലെ തന്നെ നമുക്കിപ്പം രണ്ട് കാർട്ടേഷ്യൻ പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സെറ്റുകളുടെ, ഇപ്പം A × B ആണെങ്കിൽ Aയുടെയും Bയുടെയും നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിയേ, ഇവിടെ N(A) എന്ന് പറയുന്നത് P തന്നിട്ടുണ്ട്. അതായത് A എന്ന് പറയുന്ന സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് P ആണെങ്കിൽ, B എന്ന് പറയുന്ന സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് Q ആണെങ്കിൽ, A × Bയുടെ നമ്പർ ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? PQ ആണ്. എങ്ങനെ? മിസ് വേറൊരു എക്സാമ്പിൾ പറയാം, നോക്കിക്കോണം. N(A) എന്ന് പറയുന്നത് 2ഉം N(B) എന്ന് പറയുന്നത് 3ഉം ആണെങ്കിൽ N(A × B) എന്ന് പറയുന്നത് 2 × 3 = എന്താ? 6 വരെയുള്ള മക്കളെ. സിമ്പിൾ അല്ലേ? യെസ്. അപ്പം ഇതാണ് നമ്മുടെ ഇക്വേഷൻ.
ഒരു ഇക്വേഷൻ ആയിട്ട് മിസ് പറയുകയാണെങ്കിൽ എന്ത് പറയും? എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ആണ്. അപ്പൊ ആദ്യം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് എടുത്തെഴുതണം? എൻ ഓഫ് എയും എൻ ഓഫ് ബിയും ആദ്യം എടുത്ത് എഴുതിയിട്ട് എൻ ഓഫ് എ ക്രോസ് ബി എഴുതുക. then നോക്കണം, ഇഫ് എ ഇസ് എ നോൺ എംപ്റ്റി സെറ്റ് then എ ക്രോസ് ഇൻഫൈനൈറ്റ് സെറ്റ് ഈക്വൽ ടു ഇൻഫൈനൈറ്റ് സെറ്റ്. എ എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണ്. നോൺ എംപ്റ്റി സെറ്റ് എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലുമൊക്കെ എലമെന്റ്സ് ഉള്ള സെറ്റിനാണ് നമ്മൾ നോൺ എംപ്റ്റി സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോൺ എംപ്റ്റി സെറ്റും ക്രോസ് ചെയ്യാണ് എന്ത്? ഇൻഫൈനൈറ്റ് സെറ്റുമായിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? നമുക്കൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി എനെ നമ്മളൊരു 5 സെറ്റുമായിട്ട് ക്രോസ് ചെയ്താലോ? 5 എന്ന് വെച്ചാൽ എന്താ? യെസ്, നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ്. ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റുകൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 5 അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ്, നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് നമ്മൾ വിളിക്കും. അതുമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? യെസ്, നമുക്ക് കിട്ടുന്നത് ഒരു നൾ സെറ്റ് തന്നെ ആയിരിക്കും. ഇനി നോക്കിക്കോണം മക്കളെ, നമ്മള് ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്താന്ന് നോക്കുകയാണ്. ഇപ്പൊ നോക്കിക്കോണം, 3 സെറ്റുകൾ തമ്മിലാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ മിസ് ഒരു എക്സാമ്പിളിന് എ ക്രോസ് എ എന്ന് എഴുതിയേക്കുക. അപ്പൊ 3 സെറ്റുകൾ തമ്മിലാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പെയേഴ്സ് ഏതായിരിക്കും? നമുക്ക് ഇങ്ങനെ കിട്ടും, എ എ എന്ന് കിട്ടാം, അല്ലെങ്കിൽ എ ബി എ, ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ഇങ്ങനെ 3 എണ്ണമായിട്ട് എഴുതിയിട്ടില്ലേ? ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? ഓർഡേർഡ് ട്രിപ്ലെറ്റ്. എന്താ? ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്ന് വിളിക്കും. 3 വന്നിട്ടില്ലേ? 3 എണ്ണം വന്നിട്ടുണ്ട് അല്ലെ? അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത് എന്താണ്? ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ആണ് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം എന്താ റിലേഷൻസ് എന്താന്ന് നോക്കാം. എടാ മക്കളെ, റിലേഷൻസ് എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? സബ്സെറ്റ് ഓഫ് ദ കാർട്ടേഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി. എ ക്രോസ് ബി എന്ന് പറയുന്ന എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളായിരിക്കും എന്ത്? നമ്മുടെ റിലേഷൻ എ ടു ബി എന്ന് പറയുന്നത്. മിസ് ഒന്നുകൂടെ പറയാം. എന്താണ് നമ്മൾ എന്താ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്? റിലേഷനാണ്. എ എന്ന് പറയുന്ന ഇവിടെ നോൺ എംപ്റ്റി സെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നോൺ എംപ്റ്റി സെറ്റ് എന്ന് വിളിച്ചാൽ എന്താ? അതൊരു എംപ്റ്റി സെറ്റ് അല്ല, അതിനകത്ത് എന്തൊക്കെയോ എലമെന്റ്സ് ഉള്ള ഒരു സെറ്റാണ്. അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ, എ ടു ബി ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ, റിലേഷൻ ആണെന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? യെസ്, സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. എന്താണ്? സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ റിലേഷൻ. ഇനി നോക്കിക്കോണം. ഇനി മിസ് വേറൊരു നമ്പേഴ്സ് വെച്ച് മിസ് ഒരു എക്സാമ്പിൾ തരാം. കുറച്ച് സാധനം കൂടെ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പൊ നാളെ നോക്കിയേ, നമുക്ക് 2 സെറ്റ് തന്നിട്ടുണ്ട്, എയും ബിയും. എ എന്ന് പറയുന്നത് എന്താ? 1 2 3. ബിയോ എ ബി സി എന്ന് പറയുന്ന 2 സെറ്റുകൾ തന്നിട്ടുണ്ട്. മിസ് ഒരു റിലേഷൻ എഴുതാണ്. ആർ പറയുന്നത് നമ്മുടെ റിലേഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. യെസ്, എ ടു ബി റിലേഷൻ മിസ് എഴുതാണ്. 1A 1B 2B. മിസ് ചുമ്മാ 3 ഒരു റിലേഷൻ എഴുതിയേക്കാണ്. ഇന്ന് നോക്കിയേ, ഇത് എഴുതിയേക്കുന്നതിനെ മിസ് ഒരു ഗ്രാഫിലേക്ക് മാറ്റാൻ പോവാം. ഇത് നമ്മുടെ എ, ഇത് നമ്മുടെ ബി. അങ്ങനെയാണെങ്കിൽ 1 2 3 എ ബി സി. ഇവിടെ നോക്കിയേ, ഇവിടുന്ന് എനെ 1ന് എയിലേക്ക് റിലേഷൻ ഉണ്ട്. ഇതിനടുത്ത് നോക്കിയേ, 1B അല്ലേ പറഞ്ഞേക്കുന്നത്? യെസ്, 1B. ഇതോ 2B. സോ ഇനി നോക്കിക്കോണം. ഇനി മിസ് പറയാൻ പോകുന്നത്, നമ്മൾ ഈ വരച്ചേക്കുന്നത് എന്താണ്? ഒരു റിലേഷനെ നമ്മൾ ഒരു ഡയഗ്രമാറ്റിക് ഫോമിലേക്ക് മാറ്റിയേക്കുന്നതാണ്. നമുക്ക് ഇതുപോലെയും വരയ്ക്കാം. അത് കൂടാതെ ഒരു അതായത് ഈ നമ്മൾ ഈ വരച്ചു വെച്ചേക്കുന്നതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? യെസ്, ആരോ ഡയഗ്രം എന്ന് വിളിക്കും. ഡയഗ്രം ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും അതിനെ വിളിക്കുന്ന എന്താണ്? ആരോ ഡയഗ്രം എന്ന് വിളിക്കും. ഇതിനെ നമുക്ക് വേറൊരു ഫോമിൽ എഴുതാം. എന്താണ് റിലേഷനെ? യെസ്, നമുക്ക് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റും. സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റും. ഡയഗ്രം ആയിട്ട് വരയ്ക്കുമ്പോഴത്തേക്കും ഏതാണ്? യെസ്, ആരോ ഡയഗ്രം എന്നാണ് നമ്മൾ അതിനെ പേര് കൊടുക്കുന്നത്. എന്താ? ആരോ ഡയഗ്രം എന്നാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. സെറ്റ് അല്ലേടാ മക്കളെ? ഓക്കെ, ഇനി നോക്കിക്കോണം. ഇനി മിസ് എന്താ കുറച്ച് റിലേഷൻ ഒക്കെ എഴുതി. മിസ് അത് എന്തിനാണ്? അതെന്തിനാണോ? എടാ നോക്കിക്കോണം. നമ്മൾ ആദ്യം ഇനി പഠിക്കാൻ പോകുന്നത് ഇമേജ് എന്താണെന്നാണ്. നോക്കണം, സെക്കൻഡ് എലമെന്റുകൾ. അതായത് ഇപ്പൊ നമ്മൾ എ ബി എന്ന് എഴുതിയപ്പം ഈ ഓക്കെ നമ്മൾ വേറെ ആണല്ലോ എഴുതിയത്, നമുക്ക് അവിടെ എഴുതിയ എക്സാമ്പിൾ തന്നെ കിട്ടും. 1A. ഓക്കെ, ഈ 1A എന്ന് നമ്മൾ എഴുതിയപ്പോഴത്തേക്കും ഇതിലെ സെക്കൻഡ് എലമെന്റ് ആരാ? എ ആണ് നമ്മുടെ സെക്കൻഡ് എലമെന്റ്. ഈ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജ് എന്ന് വിളിക്കും. എന്താണ്? ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇമേജ് എന്താന്ന് മനസ്സിലായല്ലോ?
സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ഇമേജ് ഓഫ് ഫസ്റ്റ് എലമെന്റ് എന്നാണ് പറയുന്നത്. ഇനി നോക്കിക്കോണം, ഇനി നമുക്ക് ഡൊമെയിനും റേഞ്ചും കോഡൊമെയിനും എന്താന്ന് നോക്കാം. എന്താ ഡൊമെയിൻ എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദി ഓർഡേർഡ് പെയർസ് ഇൻ റിലേഷൻ ആർ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ഇസ് കോൾഡ് ഡൊമെയിൻ ഓഫ് എ റിലേഷൻ. അപ്പൊ നമ്മുടെ ഇതിനകത്ത് ഏതാണ്? യെസ്, നമ്മുടെ ഡൊമെയിൻ വരുന്ന എന്താണ് മക്കളെ? ഡൊമെയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് എലമെന്റുകൾ ഏതാ വരുന്നത്? 1ഉം 2. അതെന്താ മിസ്സേ 3 എഴുതാഞ്ഞേ? എടാ നമ്മുടെ റിലേഷൻ ഏതാ? ഇത് നോക്കി, ഇതാണ് നമ്മുടെ റിലേഷൻ നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ഇതിലെ നമ്മുടെ ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൊമെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെന്റുകളുടെ സെറ്റാണ്. സെക്കൻഡ് എലമെന്റുകൾ ഏതൊക്കെയാണ്? ഈ റിലേഷനകത്തെ എയും ബിയും ആണ്. നോക്കിയേ, അപ്പം ഇനി മിസ് ചെയ്യുന്നത് സി എടുക്കാഞ്ഞത്. നമ്മുടെ റിലേഷനകത്ത് സി വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ സി എടുത്തില്ല. ഓക്കെ, ഇനി നോക്കിയേ, കോഡൊമെയിൻ അല്ലെ? കോഡൊമെയിൻ ഉണ്ട്. കോഡൊമെയിൻ എന്താണ്? എ ബി സി. അതാ മിസ്സേ ഇവിടെ സി നമ്മൾ എടുത്തേ. എടാ കോഡൊമെയിൻ എന്ന് പറഞ്ഞാല് നമ്മുടെ എൻറ്റയർ ബിയുടെ എലമെന്റ്സിനെ നമ്മൾ എടുത്ത് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിയുടെ സെറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഡൊമെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോക്കി മിസ് ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ? The set of all second elements in a relation from a set A to set B is called range. Then codomain, the whole set of B is called the codomain of a relation R. അപ്പം ബിയുടെ സെറ്റിനെ കംപ്ലീറ്റ് നമ്മൾ എന്താ വിളിക്കുന്നത്? കോഡൊമെയിൻ എന്ന് വിളിക്കും. അപ്പൊ എന്തായി? നമ്മുടെ ഡൊമെയിൻ സെറ്റായി, റേഞ്ച് സെറ്റായി, കോഡൊമെയിൻ ഓക്കെ. അപ്പൊ ഇനി അടുത്തത് പോയാലോ? ഓക്കെ, ഇനി നോക്കിയേ, നമ്മൾ നേരത്തെ ഒരു ക്രോസ് പ്രോഡക്റ്റിന്റെ എത്ര നമ്പർ ഓഫ് ക്രോസ് പ്രോഡക്റ്റ് വരും എന്നുള്ളത് നമുക്ക് എടുത്തായിരുന്നു, ടോട്ടൽ നമ്പർ. ഇനി നോക്കിക്കേ, ഇനി നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കണമെങ്കിലോ? നമ്പർ ഓഫ് റിലേഷൻസ് നോക്കണം. എൻ ഓഫ് എ എന്ന് പറയുന്നത് പിയും എൻ ഓഫ് ബി എന്ന് പറയുന്നത് ക്യൂ ആണെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബി എത്രയാണ്? നമുക്കറിയാം എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ആണ്. അപ്പൊ എന്താ? പി ക്യൂ വരും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എൻ ഓഫ് എ എന്ന് പറയുന്നത് 2ഉം എൻ ഓഫ് ബി എന്ന് പറയുന്നത് 3യും ആണെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 2 × 3 = 6 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ടോട്ടൽ നമ്പർ ഓഫ് റിലേഷനോ? ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? പറയാണ് 2⁻PQ ആണ് വരുന്നത്. 2⁻PQ. അത് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ നമ്പറിന്റെ ടൈമിലാക്കുമ്പോൾ എന്താ വരുന്നത് നോക്കി? 2 നമ്മുടെ ഇവിടെ എന്താ? എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് 6 ആണ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് 2⁻6 എന്ന് വരും. സെറ്റല്ലേ? പക്കല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഫംഗ്ഷൻ എന്താണെന്നാണ്. അപ്പം ആദ്യം തന്നെ പറയാണ്, ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്. എന്താണ്? ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ തന്നെയാണ് എന്ത്? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താ മിസ് ഈ സ്പെഷ്യൽ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കിയാലോ? ഓക്കെ, നോക്കണം. എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു സെറ്റ് ബി ഇസ് സെറ്റ് ടു ബി എ ഫംഗ്ഷൻ ഇഫ് every element of a set A has one and only one image in set B. അതായത് ഒരു റിലേഷൻ ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ അതിലെ സെറ്റ് എയിലെ എലമെന്റ്സിന് എല്ലാത്തിനും ഒരു ഇമേജ് ബിയിൽ ഉണ്ടായിരിക്കണം. ഒരേ ഒരു ഇമേജ് തന്നെ കാണാൻ പറ്റുള്ളൂ. അതായത് 1 and only one image in സെറ്റ് ബി. നമുക്ക് ഇങ്ങനെ നോക്കിയാലോ? അപ്പം നമ്മൾ നോക്കണം, നമ്മൾ നേരത്തെ റിലേഷനെ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയത്? റിലേഷൻ എ ടു ബി എന്ന് പറഞ്ഞ് എഴുതിയത് ദാണ്ട് ഇങ്ങനെയായിരുന്നു. ഒരു റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചത്. ഇനി ഫംഗ്ഷന്റെ കേസിലാണെങ്കിൽ നമ്മൾ നോക്കണം. ഫംഗ്ഷന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത്? ആറിന് പകരം എഫ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ എ ടു ബി എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. ഓർത്തോണം. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. മക്കളെ, ഇത് നോക്കിക്കേ, ഇത് ഫംഗ്ഷൻ ആണോ? ഇത് ഫംഗ്ഷൻ ആണ്. അതാ മിസ്സേ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞേ. ഇത് ഫംഗ്ഷൻ ആണ്. നോക്കിക്കേടാ, നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഇത് സെറ്റ് എ, ഇത് ബി എന്ന് കൊടുക്കാം. ഈ എ എന്ന് പറയുന്ന സെറ്റിനകത്തുനിന്ന് എല്ലാ എലമെന്റ്സിനും ഒരു ഇമേജ് വേണമെന്ന് പറഞ്ഞു. നോക്കിയേ, എക്ക് ഒരു ഇമേജ് ഉണ്ട്, ബിക്ക് ഒരു 1ന്
ഇമേജ് ഉണ്ട്. ദാണ്ട് ഇവിടുത്തെ ഈ 2-ന് ദാണ്ട് ഒരു ഇമേജ് ഉണ്ട്, 3-ക്ക് ഒരു ഇമേജ് ഉണ്ട്, 4-ന് ഒരു ഇമേജ് ഉണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് 1 ആൻഡ് only 1 ഇമേജേ പാടുള്ളൂ. നോക്കിയേ, ഈ 1-നകത്തുനിന്ന് ഒരു ഇമേജ് അല്ലേ പോയിട്ടുള്ളൂ. 1 എന്ന് പറയുന്ന ഒരു ഇമേജ് അല്ലേ ഉള്ളൂ. ഈ 2-ന് ദാണ്ട് ഈ ഒരു 2 എന്ന് പറയുന്ന ഒരു ഇമേജ് അല്ലേ ഉള്ളൂ. ഈ 3-ക്ക് ഈ 3 ആയിട്ട് ഒരു ഇമേജ് അല്ലേ ഉള്ളൂ. ദാണ്ട് നോക്കിയേ, ഈ 4-ന് ഒരു ഇമേജ് അല്ലേ ഉള്ളൂ ഈ 4 ആയിട്ട്. സോ എന്താണ് പറയുന്നത്, എയിലെ എല്ലാ എലിമെന്റ്സിനും എന്തുണ്ട്, ഒരു ഇമേജ് ഉണ്ട്, ഒരേ ഒരു ഇമേജ് ഉള്ളതാനും. അതുകൊണ്ട് ഇതെന്താണ്, ഫംഗ്ഷൻ ആണ്. ഇനി നോക്കിക്കോണം, ഇനി മിസ് പറയാൻ പോകുന്നത് നോക്കിയേ, ഇത് ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ ആണോ? അല്ല, ഇറ്റ്സ് നോട്ട് എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ അല്ല. അതെന്താ മിസ്സേ ഫംഗ്ഷൻ അല്ലെന്ന് പറഞ്ഞേ? എടാ നോക്കിയേ, ഇതിപ്പം സെറ്റ് എയും സെറ്റ് ബിയും ആണെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ 1-ന് ഒരു ഇമേജ് ഉണ്ട്, ഒരൊറ്റ ഇമേജേ ഉള്ളൂ, 4 ഇമേജ് വന്നേക്കുന്നത്. 2-ന് ഒരു ഇമേജ് ഉണ്ട്, ഒരൊറ്റ ഇമേജേ ഉള്ളൂ, 5 ഇമേജ് വന്നേക്കുന്നത്. ഇനി നോക്കിക്കേ, 3-ക്ക് ഇമേജ് ഉണ്ടോ? 3-ക്ക് ഇമേജ് ഉണ്ടോ? 3-ക്ക് ഇമേജ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഫംഗ്ഷൻ അല്ല, നോട്ട് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഇത് നോക്കിക്കേ, ഇതൊരു ഫംഗ്ഷൻ ആണോ? ഇതും നോട്ട് എ ഫംഗ്ഷൻ. അതെന്താ മിസ് ഇത് ഫംഗ്ഷൻ അല്ലെന്ന് പറഞ്ഞേ? എടാ നോക്കിയേ, ദാണ്ട് ഇവിടെ 1-ന് ഒരു ഇമേജേ ഉള്ളൂ, ദാണ്ട് ഇവിടുന്ന് ഒരു വരയിലേ പോയിട്ടുള്ളൂ, ഒരു ഇമേജേ ഉള്ളൂ, 4 അതിന്റെ ഇമേജ്. ഇനി 3-ക്കാണെങ്കിലോ, 3-ക്കും ഒരു ഇമേജേ ഉള്ളൂ, 7 അതിന്റെ ഇമേജ്. എന്നാൽ 2-ന് നോക്കിക്കേ, 2-ന് ഇമേജ് ഉണ്ട്, പക്ഷെ 2 ഇമേജ് ഉണ്ട്. ഏതൊക്കെയാ? 5 എന്ന് പറയുന്ന ഇമേജും 6 എന്ന് പറയുന്നതും എന്താ, 2-ന്റെ ഇമേജ് ആണ്. അപ്പൊ 2-ന് എത്ര ഇമേജ് ഉണ്ട്? 2 ഇമേജ് ഉണ്ട്. നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, 1 ആൻഡ് only 1 ഇമേജ് എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ, 2-ന് 2 ഇമേജ് ഇവിടെ ഉള്ളത് കൊണ്ട് എന്താണ്, ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ നമ്മൾ പറയും. ഇനി നോക്കിയേ, ഇതെന്താ ഫംഗ്ഷൻ ആണോ? ഇത് കാണുമ്പം ഫംഗ്ഷൻ അല്ല എന്ന് തോന്നുമെങ്കിലും ഇത് ഫംഗ്ഷൻ ആണ്. അതെന്താ മിസ്സേ? എടാ ഇത് നോക്കിക്കേ, 1-ന് ഒരു ഇമേജ് ഉണ്ട്, 1-ൽ നിന്ന് ഒരു വരെയല്ലേ പോയിട്ടുള്ളൂ, 4 ഇമേജ്. 1-ൽ നിന്ന് നമ്മൾ ഇവിടുന്ന് പോകുന്ന വരെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. 1-ന് ഒരു ഇമേജ് വന്നിട്ടുള്ളൂ. 2-നും ഒരു ഇമേജ് ഉണ്ട്, ഒരൊറ്റ ഇമേജേ ഉള്ളൂ, അത് 4 ആണ്. 3-ക്കും ഒരൊറ്റ ഇമേജേ ഉള്ളൂ, 4 ആണ്. 4-നും ഒരേ ഒരു ഇമേജേ ഉള്ളൂ, ഏതാണ്? അതും 4 തന്നെയാണ്. സോ ഇതെന്താണ്, ഫംഗ്ഷൻ ആണ്. ഇവിടുന്ന് ഒരു വരയിലേ പോയിട്ടുള്ളൂ. നമ്മൾ എ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എയിൽ നിന്ന് എല്ലാത്തിനും ഒരു ഇമേജ് ഉണ്ടോ, ഒരൊറ്റ ഇമേജ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. സെറ്റ് അല്ലേ? അപ്പൊ എന്താണ്, ഫംഗ്ഷൻ ആണ്. ഈ മിസ്സേ ഇങ്ങനെ തരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എടാ ഇങ്ങനെ തരുവാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഇതിന്റെ ഫസ്റ്റ് എലമെന്റുകൾ റിപ്പീറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഫസ്റ്റ് എലമെന്റുകൾ റിപ്പീറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. റിപ്പീറ്റ് ആവുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും, ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, f(x) നോക്കിക്കോണം. 1 എന്ന് പറയുന്നത് റിപ്പീറ്റ് ആവുന്നുണ്ടോ? ഇല്ല. എടാ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നായി. 2 റിപ്പീറ്റ് ചെയ്യുന്നില്ല, 3 4 ചെയ്യുന്നില്ല. അപ്പൊ ഇതെന്താണ്, ഇത് ഒരു ഫംഗ്ഷൻ ആണ്. എന്നാൽ അടുത്ത് നോക്കിക്കേ, g(x) നോക്കിക്കേ, 1 റിപ്പീറ്റ് ആവുന്നുണ്ടോ? ഇല്ല. എന്നാൽ 2-നെ നോക്കിക്കേടാ, അതാണ്ടേ ഇവിടെ 2 തവണ 2 വന്നിട്ടുണ്ട് അല്ലെ. 2 ഇമേജ് ഉണ്ട് 2-ന്, അതായത് 2 4 എന്ന് പറയുന്നത് ഒരെണ്ണം, 2 5 എന്ന് വന്നിട്ടുണ്ട്. അപ്പം 4ഉം 5ഉം ആരുടെ ഇമേജ് ആണ്? 2-ന്റെ ഇമേജ് ആണ്. സോ എന്താ, 2 ഇമേജ് വന്നത് കൊണ്ട് ഇത് നോട്ട് എ ഫംഗ്ഷൻ അല്ലെ, നോട്ട് എ ഫംഗ്ഷൻ എന്ന് പറയും. ഫംഗ്ഷൻ അല്ല. ഇനി നോക്കിക്കോണം, ഇനി നമുക്ക് കുറച്ച് ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഉണ്ട്, അത് മിസ് പറയാം, അത് നോക്കിയിട്ട് തന്നെ പോവാം. അപ്പൊ നമുക്ക് എല്ലാ ഗ്രാഫുകളും നോക്കിയാലോ? എടാ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. എന്താ ഐഡന്റിറ്റി ഫംഗ്ഷൻ? ഇതിനകത്ത് f(x) എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് തന്നെയായിരിക്കും. f(x) എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാ വരുന്നത്? തന്റെ ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഇനി അതിന്റെ ഡൊമൈൻ എന്താണ്? R ആണ് ഡൊമൈൻ വരുന്നത്. റേഞ്ചും 6 തന്നെയായിരിക്കും വരുന്നത്. ഈ ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താന്ന് മിസ് പറഞ്ഞ? ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് നമ്മൾ വിളിക്കും. ഇത് നോക്കിക്കോണം. ഇനി കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. എടാ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, f(x) എന്ന് പറയുന്നത് c ആയിരിക്കും. c എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. c ആയിരിക്കും f(x) എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും? യെസ്, നമ്മുടെ ഗ്രാഫ് താണ്ടെ ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഈ ഒരു ഷേപ്പ് ആയിരിക്കും നമ്മുടെ ഗ്രാഫിന് വരുന്നത്.
റേഞ്ച് എന്ന് പറയുന്നത് ആയിരിക്കും. റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? സി ആയിരിക്കും. കോൺസ്റ്റന്റ് അല്ലേ? സി ആയിരിക്കും. ഡൊമൈൻ എന്ന് പറയുന്നത് ആയിരിക്കും. എന്താണ്? ഡൊമൈൻ ആറും റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ കോൺസ്റ്റന്റ് സി ആയിരിക്കും നമ്മുടെ റേഞ്ച് വരുന്നത്. ഇതിനെന്താ വിളിക്കുന്നത്? യെസ്, നമ്മൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഇനി നോക്കിക്കേ, ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണെങ്കിൽ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആവുന്ന കേസ്, അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ഗ്രാഫ് താണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? സ്ക്വയർ ഫംഗ്ഷൻ എന്ന് വിളിക്കും. എന്താ? സ്ക്വയർ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഇതിന്റെ ഡൊമൈന് ആറാണ്. റേഞ്ച് പറയുന്നത് എന്താ? ക്ലോസ് ഇന്റർവെൽ 0 to ഓപ്പൺ ഇന്റർവെൽ ഇൻഫിനിറ്റി ആണ് റേഞ്ച് വരുന്നത്. ഇനി അടുത്ത ഗ്രാഫോ? യെസ്, അടുത്ത വരുന്നതാണ് മോഡുലസ് ഫംഗ്ഷൻ. മക്കളെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഗ്രാഫ് നമ്മുടെ എക്സാമിന് കുറേ തവണ ചോദിച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ്. സോ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വരയ്ക്കാനായിരിക്കും ചോദിക്കുന്നത്. നമ്മളോടത്ത് എന്താ ചോദിക്കുക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് എക്സ്, ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാനായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് ഗ്രാഫ് വരയ്ക്കണം? യെസ്, നമ്മൾ ഈ ഒരു ഗ്രാഫാണ് വരച്ചു വെക്കേണ്ടത്. എങ്ങനെയാ ഗ്രാഫ് വരുന്നത്? യെസ്, നമുക്കൊരു വി ഷേപ്പ് ആയിരിക്കും ഗ്രാഫിന് 0 ടച്ച് ചെയ്തിട്ടല്ലേ. അപ്പൊ നോക്കിയേ, ഇതിന്റെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? മോഡുലസ് ഫംഗ്ഷൻ എന്നാണ് നമ്മൾ ഈ ഗ്രാഫിനെ വിളിക്കുന്നത്. ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ആയിരിക്കും. റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ് ഇന്റർവെൽ 0 to ഓപ്പൺ ഇന്റർവെൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പം ഈ ഗ്രാഫ് വരയ്ക്കുന്ന കാര്യം മറക്കണ്ട, കുറെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഗ്രാഫ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത നോക്കിയാലോ? യെസ്, അടുത്ത് നോക്കിക്കേ, ഇതാണ് ക്യൂബ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്യൂബ് ഫംഗ്ഷന് എഫ് ഓഫ് എക്സിന് എന്താണ്? ഈക്വൽ ടു എക്സ് ക്യൂബ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആയിരിക്കും. എന്താണ് മിസ് പറഞ്ഞ ഫംഗ്ഷന്റെ പേര്? ക്യൂബ് ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ ഗ്രാഫ് എങ്ങനെയാ വരുന്നത്? ഇത് നോക്കിയേ, ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, ഗ്രാഫ് ഇതാണ്. ഇതിന് റേഞ്ചും ഡൊമൈനും എന്തായിരിക്കും? ആയിരിക്കും റേഞ്ചും ഡൊമൈനും വരുന്നത്. ഇനി നോക്കിക്കോണം, റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x ആയിരിക്കും. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/x ആയിരിക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഗ്രാഫ് നോക്കിയേ, താണ്ടെ ഇങ്ങനെയാണ്. ഇതിന്റെ കണ്ടോ 0 ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. രണ്ട് സൈഡിലൂടെയും ഇങ്ങനെയായിരിക്കും അതിന്റെ ഗ്രാഫ് വരുന്നത്. ഗ്രാഫ് വരുന്നുണ്ടോ? യെസ്. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഇതിന്റെ ഡൊമൈനും റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? R-0 ആയിരിക്കും. R-0 ആയിരിക്കും നമ്മുടെ ഡൊമൈനും റേഞ്ചും വരുന്നത്. യെസ്, എന്താ? 0 ഇൻക്ലൂഡഡ് അല്ല. ഇനി അടുത്ത് നോക്കണം, സിഗ്നം ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഇതിന്റെ നോക്കണം, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് തന്നെയാണ്. ഇതിന്റെ റേഞ്ചും ഡൊമൈനും ഓർത്തിരിക്കുക. റേഞ്ച് ആണ് ഇമ്പോർട്ടൻ്റ്. റേഞ്ച് എന്ന് പറയുന്നത് -1 0 1 ആയിരിക്കും ഇതിന്റെ റേഞ്ച് വരുന്നത്. ഇതിന്റെ റേഞ്ച് ഓർത്തിരിക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആവും എപ്പോഴാണ്? എക്സ് എന്ന് പറയുന്നത് 0യെക്കാട്ടിലും വലുതാവുന്ന കേസിൽ. ദെൻ അടുത്തതോ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0യോട് ഈക്വൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി എക്സ് എന്ന് പറയുന്നത് 0യെക്കാട്ടിലും ചെറുതാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. മിസ് ഒന്നുകൂടെ പറയാം, എക്സ് എന്ന് പറയുന്നത് 0യെക്കാട്ടിലും വലുതാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി എക്സ് എന്ന് പറയുന്നത് 0 ആണെങ്കിലോ? എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി എക്സ് എന്ന് പറയുന്നത് 0യെക്കാട്ടിലും ചെറുതാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും? -1 ആയിരിക്കും. സോ ഇത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ഗ്രാഫ് വരുന്നത് എങ്ങനെയാണ്? ഗ്രാഫ് വരുന്ന നോക്കിയേ, യെസ്, ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഇത് നമ്മൾ എന്താ വിളിക്കുന്നത്? സിഗ്നം ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പം ഇനി നമുക്ക് ഒരു ഗ്രാഫ് കൂടി ഉണ്ട്. ഏതാണ്? യെസ്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. മക്കളെ, ഇതിന് വേറൊരു പേര് കൂടെ ഉണ്ട്. എന്താ? സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് നമ്മൾ വിളിക്കും. അപ്പം ഇതിന്റെ നോക്കിക്കേ, ഇതിനെന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. നോക്കി, ഇവിടെ നോക്കി, 1 ആണെങ്കിൽ നമ്മൾ 1 ഇൻക്ലൂഡ് -1 ആണെങ്കിൽ -1 ഇൻക്ലൂഡ് ചെയ്യും, എന്നാൽ 0 ഇൻക്ലൂഡ് ചെയ്യില്ല. ഇനി 0 ആണെങ്കിലോ? 0നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും, 1നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. ഇവിടെ 1 ആണെങ്കിൽ 1നെ ഇൻക്ലൂഡ് ചെയ്യും, 2നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല.
സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നോക്കിക്കോണം, ഇവിടെ ഈ 1 എന്താ വെച്ചെടുക്കുകയാണെങ്കിൽ 1നെ ഇൻക്ലൂഡ് ചെയ്യും, എന്നാൽ 2നെ ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ട് 2ന്റെ അവിടെ തന്നെ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നമ്മൾ എന്താ ഷെയ്ഡ് അല്ലാത്ത സർക്കിൾ ആയിരിക്കും നമ്മൾ 2നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്തു, ഇപ്പം 2 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഇൻക്ലൂഡഡ് ആണെന്നാൽ 3 ഇൻക്ലൂഡഡ് അല്ല. അങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, നമ്മുടെ ഗ്രേറ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ വരയ്ക്കുന്നത്. സെറ്റ് അല്ലേ? ഇനി നോക്കണം, ഇനി ഒരു ചെറിയ ടോപ്പിക്കും കൂടെ ഉണ്ട് ഇതിനകത്ത്. എടാ മക്കളെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x+1 ആണെങ്കിൽ നമ്മളോട് എഫ് ഓഫ് 0 എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? ഒന്നുമില്ലടാ, നമ്മൾ ആ എക്സിന്റെ പ്ലേസിൽ 0 ഇടും അല്ലേ? യെസ്, 0 + 1 = 1 എന്ന് വരും. ഇനി എഫ് ഓഫ് 1 കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യും, ആ എക്സിന്റെ അവിടെ എന്തിടും? 1 ഇടും. അപ്പം 1 + 1 = 2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, നമുക്ക് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് രണ്ടെണ്ണം തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x+1, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x+3. ഇനി നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കാണ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കാണ്. എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുമില്ലടാ മക്കളെ, നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. x+1 + 2x+3 = എന്ത് വരും? യെസ്, 3x+4 എന്ന് നമുക്ക് ആൻസർ വരും. സിമ്പിൾ അല്ലേ? ഇനി മൈനസ് ചെയ്യുകയാണെങ്കിലോ? യെസ്, x+1 - 2x+3. അപ്പൊ ഈ മൈനസിന് അകത്തോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? x+1 - 2x - 3 എന്ന് വരും അല്ലേ? = എന്ത് വരും? യെസ്, -x - 2 എന്ന് നമുക്ക് വരും അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി നോക്കിക്കേ, ഇനി നമ്മുടെ അടുത്ത് ചോദിക്കാണ്, ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ? നമുക്ക് തന്നിരിക്കുന്നത് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x+1, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 2x+3. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇനി എക്സിനെ വെച്ച് നമുക്ക് ആദ്യം മൾട്ടിപ്ലൈ ചെയ്താലോ? അപ്പം 2x² + 3x + 1 വെച്ച് ചെയ്യാം, 2x + 3 = എന്ത് വരും മക്കളെ? 2x² + 5x + 3 എന്ന് നമുക്ക് ആൻസർ വരും. ഇനി ഡിവിഷൻ ആണെങ്കിലോ? ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തന്റെ x+1 ÷ 2x+3 അല്ലേ? സിമ്പിൾ അല്ലേ? സോ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്ററിനകത്തെ കംപ്ലീറ്റ് കോൺസെപ്റ്റുകൾ നമ്മൾ സെറ്റ് ആക്കി വിട്ടല്ലേ. ഇനി എന്ത് ചെയ്യണം? ഈ കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് ഉറപ്പാണ് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് എല്ലാം കംപ്ലീറ്റ് തന്നെ ചെയ്തിരിക്കും. അപ്പം മിസ് അടുത്ത വീഡിയോ വരുന്നതും വരെ ബൈ.